നമ്മുടെ മുന്തിരിച്ചെടി നമ്മുടെ കോവയ്ക്കച്ചെടി നല്ല ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ജീവിച്ചു പോകുന്ന സ്ഥലമാണിത്. മുന്തിരി വളർന്നിട്ടില്ലെങ്കിലും കുറേ കോവയ്ക്ക നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഗുളിക ഇന്നുന്ന പോലെയാണ് നമ്മൾ കോവയ്ക്ക കഴിക്കുന്നത്. പക്ഷേ അടുത്ത വർഷം കൊണ്ട് ഇത് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്തിരിച്ചെടിയൊക്കെ കായ്ക്കുമെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 2 എണ്ണം ഓൾറെഡി പൂത്തു. കാരണം ഇവന്മാർക്കൊരു അൺഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോഴാണ് ഇവർ വളരുന്നതെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയാറ്, അല്ലെങ്കിൽ കൃഷിക്കാർ, മുന്തിരിച്ചെടിയൊക്കെ നടത്തുന്ന കൃഷിക്കാർ പറയുന്നത്. 4 ദിവസം 5 ദിവസം വെള്ളം ഒഴിക്കാണ്ടിരുന്നപ്പോൾ നമ്മുടെ മുന്തിരി 2 കൊല കായ്ച്ചു. പക്ഷേ ഇത്രയും വിശാലമായ 2 സെൻറ്റ് കുളത്തിൻ്റെ പുറത്തൂടെ നട്ടേക്കുന്ന ഈ മുന്തിരി 2 കൊല്ലമൊന്നുമല്ല കളിക്കേണ്ടത്. പക്ഷെ അടുത്ത വർഷത്തേക്ക് അപ്പോൾ റെഡിയാക്കുന്നു. കാരണം നമുക്ക് മേലത്തെ ഷീറ്റൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്, അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കണം. പിന്നെ ഈ കുളം ചെറുതായിട്ട് തിണ്ടിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ആ തിണ്ടൊക്കെ ഒന്ന് കെട്ടിച്ചിലേക്ക് ഉറപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് പ്രൂൺ ചെയ്ത് വലിയ വലിയ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ്. മൈക്രോബാക്ടീരിയൽ ഫിൽട്രേഷൻ യൂണിറ്റ് ഒക്കെ നമ്മൾ സയൻസിൽ മാത്രമേ പഠിക്കാറുള്ളൂ. പക്ഷെ നേരിട്ട് കാണുന്നത് ഇവിടെ വെച്ചാണ്.